ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് പുതിയ ഉപാധികൾ PV അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തനിക്ക് ലഭിക്കണമെന്നാണ് UDF-നോട് അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് മുക്കാൽ പിണറായിയാണ് VD സതീശൻ എന്നുള്ളതാണ്. സതീശനാണ് തന്നെ മത്സരരംഗത്തേക്ക് തള്ളിവിട്ടത് എന്നും പറയുന്നു. ഒപ്പം മലപ്പുറം ജില്ല വിഭജിക്കണം, തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മലയോര മേഖല ഉൾപ്പെടുത്തിയാണ് പുതിയ ജില്ല അൻവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ UDF-ന് മുന്നിൽ ഒരിക്കലും അവർ അംഗീകരിക്കാൻ ഇടയില്ലാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മത്സര രംഗത്ത് അതിൽ നിന്നും അംഗീകരിച്ചില്ലെങ്കിൽ താൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം കൂടി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. അനുമോദ്, ഈ അനുനയ ശ്രമങ്ങളുടെ അവസാന നിമിഷങ്ങളാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പത്രിക പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളത്. ഇപ്പോഴും കടുംപിടുത്തം തുടരുന്ന അൻവറിന്റെ മനസ്സിൽ എന്താണ്? 2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്ന് ആവശ്യപ്പെടുന്നു. VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നത് അൻവർ UDF-ന്റെ മുന്നിൽ വെച്ച ആവശ്യങ്ങളാണ്. 3 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. 2 സീറ്റെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്ന ആവശ്യം അൻവർ മുന്നോട്ട് വെക്കുമ്പോൾ അൻവറിനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാനായി നിൽക്കുന്ന ഒരാൾക്ക്, ഒരു മേഖലയിൽ മാത്രം സ്വാധീനമുള്ള ഒരാൾക്ക്, CPM-നൊപ്പം ഇത്രകാലം ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു അനുരഞ്ജനത്തിന് UDF തയ്യാറാകുമോ? അസാധ്യമായ കാര്യങ്ങൾ. സണ്ണി ജോസഫ് ACC അധ്യക്ഷൻ ഇപ്പോൾ UDF കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പുതിയ ഉപാധികൾ അൻവർ മുന്നോട്ട് വെച്ചത് മനസ്സിലാകുന്നത് സണ്ണി ജോസഫിൻ്റെ മുന്നിൽ മാധ്യമങ്ങൾ ചോദിച്ചു എന്നാണ്. പക്ഷേ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. മുക്കാൽ പിണറായിയാണ് സതീശൻ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരിക കൂടിയാണ് അൻവർ എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായും UDF-ന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അനുമോദ്, എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്? അൻവറിന്റെ മനസ്സിൽ എന്താണ് ഈ ഒരിക്കലും നടക്കാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ? രഞ്ജിത്ത്, അൻവറിന്റെ ആവശ്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് നമുക്കറിയാം. UDF-ന് ഒരിക്കലും അത് സാധ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് വനം വകുപ്പ് ആഭ്യന്തരവും നൽകണമെന്നാണ്. അതിന് പുറമെ മലപ്പുറം ജില്ല വിഭജിച്ച് തിരുവമ്പാടികൾ ഉൾപ്പെട്ട രീതിയിൽ പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നാണ്. തികച്ചും അസാധ്യം എന്ന് ആർക്കും ഈ ഘട്ടത്തിൽ തോന്നാവുന്ന, പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്നൊക്കെ ഈ ഘട്ടത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരിക്കലും UDF-ന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ തരത്തിൽ അൻവറിന്റെ വിചിത്രമായ ഈ ഉപാധികൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ മുന്നണിയെ ഇനിയൊരു സമവായത്തിന് സാധ്യതകൾ ഇല്ലാത്ത തരത്തിൽ അൻവർ ഈ ഒരു വഴികൾ അടയ്ക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. അൻവർ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകുന്നു തന്നെയാണെന്ന് രാവിലെയും അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മത്സരിക്കാൻ തന്നെയാണെന്ന് അൻവർ പറയുമ്പോൾ ഇനി ഈ സാഹചര്യത്തിൽ പരസ്യമായിട്ടുള്ള പ്രചരണത്തിന് അൻവർ ഇറങ്ങി അത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുവരെ രഹസ്യ ചർച്ചകൾ പല നേതാക്കളുമായി നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ പക്ഷേ മുന്നോട്ട് വെച്ച ഉപാധികൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതാണെന്ന് പറയാനാകില്ല. നേരത്തെ സണ്ണി ജോസഫ് ACC അധ്യക്ഷനുമായി സംസാരിച്ചപ്പോൾ തന്റെ കൈവശം പുതിയ വകുപ്പുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹം പരിഹസിച്ചോടെ ഇതിനെ ഒഴിവാക്കുകയായിരുന്നു ആ ചോദ്യത്തെ. അപ്പോൾ UDF-ന്റെ മുൻപിൽ അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഉപാധികൾ ഈ സാഹചര്യത്തിൽ അംഗീകരിക്കില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ ഒരു പ്രചരണം അത് അദ്ദേഹം പരസ്യ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങും എന്ന് തന്നെ വേണം കരുതുവാൻ. UDF-ഉമായുള്ള സഹകരണ സാധ്യതകൾ വളരെ തുലവും വിരളമാണ്, ഒരു പരിധിവരെ അസാധ്യവുമാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. തീർച്ചയായും ഈ UDF-ന് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം, 2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്ന ആവശ്യം, മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം,
തിരുവമ്പാടി ഉൾപ്പെടെ പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യം, ഇതൊന്നും ഒരു കാരണവശാലും സാധ്യമാകുന്ന ആവശ്യങ്ങളല്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അൻവർ മുന്നോട്ട് പോകുമ്പോൾ ഇതും അവസാന നിമിഷം ഉണ്ടാകുന്ന ഒരു വിലപേശൽ തന്ത്രമാണോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും അൻവർ മനസ്സ് തുറക്കുന്നു. മത്സരരംഗത്ത് ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പോരാട്ടം പ്രതീക്ഷിക്കാം നിലമ്പൂരിൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അൻവറിൻ്റെ പോരാട്ടം ആർക്ക് വിനയാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതാരെ പുറകോട്ടടിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു തരത്തിലും UDF-ന് അംഗീകരിക്കാനാവാത്ത ആവശ്യങ്ങൾ അൻവർ വീണ്ടും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.